Hello, good morning friends. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ബൈ നെല്ലി വോങ്. വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ബൈ നെല്ലി വോങ്. ഈ ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് കിടക്കാം. നെല്ലി വോങ് വാസ് ബോൺ ഓൺ September 12th, 1934 in Oakland, California. അവർ ജനിച്ചിരിക്കുന്നത് 1934 സെപ്റ്റംബർ 12 കാലിഫോർണിയയിലെ ഓക്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ ജനിച്ചത്. ഷീസ് എ റിനൗണ്ട് റെവല്യൂഷണറി ഫെമിനിസ്റ്റ് പോയറ്റ്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. She is a renowned revolutionary feminist poet and activist. പോയറ്റാണ്, ആക്ടിവിസ്റ്റാണ്, ഒരു പ്രവർത്തകയാണ്, ഒരു ഫെമിനിസ്റ്റ് ആണ് എന്നുള്ളത്. അതും റെവല്യൂഷണറി ഫെമിനിസ്റ്റാണ്, സാധാരണ ഫെമിനിസ്റ്റ് അല്ല, ഒരു റെവല്യൂഷണറി ഫെമിനിസ്റ്റ് പോയറ്റാണ്. ഹു ഹാസ് ട്രൈവ്ഡ് ടു അഡ്രസ് സോഷ്യലിസ്റ്റ് കോസസ്. സാമൂഹികമായിട്ടുള്ള ചില കാരണങ്ങളെ അത്തരം കാര്യങ്ങളൊക്കെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അതിന് വേണ്ടിയിട്ട്, പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ശബ്ദമുയർത്തിയ ഒരു സ്ത്രീയായിരുന്നു നമ്മുടെ നെല്ലി വോങ്. ഓക്കെ, കാലിഫോർണിയയിലെ ഓക്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ ജനിച്ചിരിക്കുന്നത്. അവരുടെ പാരൻസ് ആണെങ്കിലോ, ഹെർ പാരൻസ് വെർ ചൈനീസ് ഇമിഗ്രൻസ് ആണ്. ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത ആളുകളായിരുന്നു അവരുടെ പാരൻസ്. അപ്പോൾ ഒരു ചൈനീസ് അമേരിക്കൻ എന്നൊക്കെ പറയും. ആൻഡ് അറ്റ് എ വെരി ഏർലി ഏജ് ഷീ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ എ റെസ്റ്റോറൻറ്റ് ബിഗൺ ബൈ ഹെർ പാരൻസ്. അവരുടെ പാരൻസിന് ഒരു വലിയ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജോലി ചെയ്തുകൊണ്ടാണ് അവരുടെ കുട്ടിക്കാലം അവർ തുടങ്ങുന്നത്. അതായത് കുട്ടിക്കാലത്ത് അവർ അവിടെ ജോലി ചെയ്യാറുണ്ടായിരുന്നു. After having graduated from Oakland High School, she worked as a secretary for Bethlehem Steel Corporation for several years. Bethlehem Steel Corporation ഒരുപാട് വർഷങ്ങൾ ഒരു കമ്പനിയാണ് ബത്ലഹേം സ്റ്റീൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് വർഷങ്ങൾ അവിടെ ജോലി ചെയ്തിരുന്നു. ഇത് ഓക്ലാൻഡിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം. ഓക്കെ, ആ സ്ഥാപനത്തിൻ്റെ പേര് ബത്ലഹേം സ്റ്റീൽ കോർപ്പറേഷൻ എന്നാണ്. പിന്നീട് ഷീ സ്റ്റഡീഡ് ക്രിയേറ്റീവ് റൈറ്റിംഗ് അറ്റ് സാൻ ഫ്രാൻസിസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. അങ്ങനെ സാൻ ഫ്രാൻസിസ്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പിന്നെ അവർ ക്രിയേറ്റീവ് റൈറ്റിംഗ് പഠിച്ചിരുന്നു. അങ്ങനെ ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ, വെൻ ജപ്പാൻ ബോംബ്ഡ് അമേരിക്കാസ് നേവൽ ബേസ് പേൾ ഹാർബർ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ അമേരിക്കയിലെ പേൾ ഹാർബറിൽ ബോംബിട്ട സമയത്ത് നെല്ലി വാസ് എ ചൈൽഡ്. നെല്ലി ഒരു കുട്ടിയായിരുന്നു ആ സമയത്ത്. ജപ്പാൻ പേൾ ഹാർബറിൽ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് അമേരിക്കയിലെ പേൾ ഹാർബറിൽ ബോംബിട്ട സമയത്ത് നമ്മുടെ നെല്ലി വോങ് ചെറിയ ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ദിസ് ഹാഡ് എ ഫിയർഫുൾ ആൻഡ് പെയിൻഫുൾ ഇമ്പാക്റ്റ് ഓൺ ഹെർ ലൈഫ്. അപ്പോൾ അത് ഒരു പേടി സ്വപ്നമായിരുന്നു ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പേടി സ്വപ്നമായിരുന്നു. ബിക്കോസ് പീപ്പിൾ വുഡ് classify her family as Japanese when they were actually Chinese American. ശരിക്ക് ഞാൻ പറഞ്ഞു, ചൈനയിൽ നിന്ന് കുടിയേറി പാർത്ത ആളുകളാണ് അവരുടെ മാതാപിതാക്കൾ. പക്ഷേ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ജാപ്പനീസ് ലുക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജപ്പാൻ അമേരിക്കയാണല്ലോ ആക്രമിച്ചത്. അപ്പോൾ അമേരിക്കയിൽ താമസിക്കുന്ന ഇവരെ കണ്ടാൽ ഒരു ജപ്പാനീസ് ലുക്കാണ്. അപ്പോൾ ഈ ജപ്പാനീസ് ആയിട്ടുള്ള ആളുകളെ കണ്ടാൽ ഇവർക്ക് അമേരിക്കക്കാർക്ക് വെറുപ്പാണ് ആ സമയത്ത്.
അപ്പോൾ ഇവരെ ഈ ചൈനക്കാരാണെങ്കിലും ജാപ്പാനീസാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും അവരെ ആക്രോശിക്കുകയും അവർക്കെതിരെ എപ്പോഴും ആക്രമണം ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്ത ഒരു സമയമായിരുന്നു ആ സമയം. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഉള്ളിലൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഓക്കെ, അമേരിക്കയിൽ താമസിക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു അവർക്ക്. വോങ്സ് കളക്ഷൻസ് ഓഫ് പോയട്രി ഇൻക്ലൂഡ്, അവരുടെ കളക്ഷൻസ് ഓഫ് പോയട്രി ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡ്രീംസ് ഇൻ ഹാരിസൺ റെയിൽ റോഡ് പാർക്ക് 1977 അത് പബ്ലിഷ് ചെയ്തത്. ദ ഡെത്ത് ഓഫ് ലോങ് സ്റ്റീം ലേഡി, സ്റ്റോളൻ മൊമെൻറ്റ്സ്, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ, ഒറ്റ വർക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ 2012 ഇത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇത്രയും വർക്കുകളാണ് നമുക്ക് നെല്ലി വോങ്ങിൻ്റേതായിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ നിൽക്കുന്ന ഒരു വർക്കാണ്. സം ഓഫ് ദ റീകറിങ് തീംസ് ഇൻ ഹെർ പോയട്രി ആർ ഇഷ്യൂസ് ഓഫ് ഫെമിനിസം. ഞാൻ പറഞ്ഞു ഒരു ഫെമിനിസ്റ്റ് റൈറ്ററാണ് നമ്മുടെ നെല്ലി വോങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കവിതകളിൽ ഈ ഫെമിനിസം നമുക്ക് കാണാൻ പറ്റും. ഇമിഗ്രേഷൻ എന്ന് പറയുന്ന ഒരു തീമും നമുക്ക് അവരുടെ കവിതകളിൽ കാണാൻ പറ്റും. കാരണം ഹർ പാരൻസ് വർ ചൈനീസ് ഇമിഗ്രൻസ്. ഐഡൻറ്റിറ്റി, അപ്പോൾ ഐഡൻറ്റിറ്റിയും അതുമായി ബന്ധപ്പെട്ടൊരു ടോപ്പിക്ക് തന്നെയാണ്. കാരണം ഷീ ഹാസ് ആൻ ഐഡൻറ്റിറ്റി ക്രൈസിസ്. അമേരിക്കനും അല്ല, ചൈനീസും അല്ല, ജാപ്പനീസും അല്ല, അങ്ങനൊരു ഐഡൻറ്റിറ്റി ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അവരുടെ കവിതയിൽ പരാമർശിക്കുന്ന വിഷയങ്ങളായിരുന്നു. ഷി വാസ് ഗ്രേറ്റ്ലി ഒബ്സസ്ഡ് വിത്ത് ദ റൂട്ട്സ് ഓഫ് ഏഷ്യൻ അമേരിക്കൻ കൾച്ചർ. ഓക്കെ, പിന്നെ അതുകൊണ്ട് തന്നെ അവരുടെ മാനസികമായിട്ട് അവരേറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്, അവർ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു റൂട്ട്സ് ഓഫ് ഏഷ്യൻ അമേരിക്കൻ കൾച്ചർ. ഓക്കെ, ഏഷ്യൻ അമേരിക്കൻ സംസ്കാരത്തെക്കുറിച്ച് അവർ അഗാധമായി ചിന്തിച്ചു. ആൻഡ് റോട്ട് അറ്റ് ലെങ്ത് അബൌട്ട് ദ ഏഷ്യൻ ഇമിഗ്രേഷൻ ടു അമേരിക്ക. അതുപോലെ തന്നെ ചൈന എന്ന് പറഞ്ഞൊരു ഏഷ്യൻ രാജ്യമാണല്ലോ. അപ്പം ഈ ഏഷ്യൻ അമേരിക്കൻ ഇമിഗ്രേഷനെ കുറിച്ചും ഘോരമായിട്ട് അവർ അവരുടെ കവിതയിൽ എഴുതുകയുണ്ടായി. ഇറ്റ് ഈസ് സംതിങ് എവ്രി ഏഷ്യൻ ഫാമിലി ഹാസ് എക്സ്പീരിയൻസ്ഡ്. ഇത് എല്ലാ ഏഷ്യൻ ഫാമിലിയും, അവരുടെ മാത്രം കേസല്ല, എല്ലാ ഏഷ്യൻ ഫാമിലിയുടെയും ഒരു കേസാണ്. ഹെർ ആർട്ടിക്കിൾ ടൈറ്റിൽഡ്, അവരുടെ ആർട്ടിക്കിളിൽ ഏഷ്യൻ അമേരിക്കൻ വിമൻ ആൻഡ് പൊളിറ്റിക്സ് വാസ് റീസെൻ്റ്ലി ഇൻക്ലൂഡഡ് ഇൻ ആൻ ഏഷ്യൻ അമേരിക്കൻ ആന്തോളജി. അപ്പോൾ അവരുടെ ആർട്ടിക്കിളിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏഷ്യൻ അമേരിക്കൻ വിമൻ ആൻഡ് പൊളിറ്റിക്സ്. അപ്പോൾ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആർട്ടിക്കിളായിരുന്നു. അപ്പോൾ ഏഷ്യൻ അമേരിക്കൻ വിമൻ ആൻഡ് പൊളിറ്റിക്സ് എന്നായിരുന്നു അതിൻ്റെ പേര്, ഏഷ്യൻ അമേരിക്കൻ വിമൻ ആൻഡ് പൊളിറ്റിക്സ്. അപ്പം അത് നോട്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് റീസെൻ്റ്ലി ഇൻക്ലൂഡഡ് ഇൻ ആൻ ഏഷ്യൻ അമേരിക്കൻ ആന്തോളജി. A remarkable aspect of Wong's poetic career is that she is one of the founding members of the writing collective Unbound Feet. Collective Unbound Feet എന്ന് പറയുന്നത്, അൺബൗണ്ട് ഫീറ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫൗണ്ടിങ് മെമ്പറായിരുന്നു നമ്മുടെ വോങ്. ഇറ്റ്സ് എ റിമാർക്കബിൾ ആസ്പെക്റ്റ് ഓഫ് വോങ്സ് പോയറ്റിക് കരിയർ എന്ന് പറയുന്നത് ഒരു പോയറ്റിക് കരിയറുമായിട്ട് പോയട്രിയുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പാണ് അൺബൗണ്ട് ഫീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൺബൗണ്ട് ഫീറ്റുമായി അതിൻ്റെ അതുണ്ടാക്കിയ ആ സംഘടന ഉണ്ടാക്കിയ ആളുകളിൽ പെട്ട ഒരാളായിരുന്നു നെല്ലി വോങ്. ഓക്കെ, ഇനി അൺബൗണ്ട് ഫീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിസ് വാസ് എ പെർഫോമൻസ് ഗ്രൂപ്പ് ഓഫ് ചൈനീസ് അമേരിക്കൻ വിമൻ. അപ്പോൾ അൺബൗണ്ട് ഫീറ്റ് എന്ന് പറഞ്ഞാൽ ചൈനീസ് അമേരിക്കൻ സ്ത്രീകളുടെ ഒരു പെർഫോമൻസ് ഗ്രൂപ്പാണ്. ഹു റെഡ് ടുഗെദർ ആൻഡ് ലെക്ചേർഡ് അറ്റ് യൂണിവേഴ്സിറ്റീസ് ത്രൂ ഔട്ട് കാലിഫോർണിയ ഇൻ ദ ലേറ്റ് 1970s. 1970കളിലെ അവസാന കാലഘട്ടത്തിൽ കാലിഫോർണിയയിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കുകയും ലെക്ചറിങ് നടത്തുകയും അതുപോലെ തന്നെ ഒരുമിച്ച് വായന നടത്തുകയൊക്കെ ചെയ്ത ഒരു ഗ്രൂപ്പിൻ്റെ പേരാണ് അൺബൗണ്ട് ഫീറ്റ്. അപ്പോൾ ആ ഒരു സംഘടന ഉണ്ടാക്കിയ നേതാക്കളിൽ പെട്ട ഒരാളായിരുന്നു നമ്മുടെ നെല്ലി വോങ്.
ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നോക്കുക, അൺബൗണ്ട് ഫീറ്റ്. ഓക്കെ, സം ഓഫ് ഹെർ പോയംസ് ലൈക്ക് സോങ്സ് ഓഫ് ഫെയർവെൽ. അപ്പോൾ അവരുടെ പോയമാണ് സോങ്സ് ഓഫ് ഫെയർവെൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോങ്സ് ഓഫ് ഫെയർവെൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കവിതയാണ്. ഹാവ് ബീൻ ഇൻസ്റ്റാൾഡ് ഇൻ പബ്ലിക് സൈറ്റ്സ് ആസ് പ്ലാക്സ് ഇൻ സാൻ ഫ്രാൻസിസ്കോയിലെ ഈ പ്ലക്കാർഡ് പോലെ, അത് ലോഹഫലകത്തിലൊക്കെ എഴുതപ്പെട്ട ഒരു കവിതയാണ് സോങ്സ് ഓഫ് ഫെയർവെൽ. അപ്പം അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കവിതയായിരുന്നു. ഇറ്റ്സ് എ വിസിബിൾ എവിഡൻസ് ഓഫ് ദി ഇമ്പാക്റ്റ് ഓഫ് ഹർ പോയട്രി. ജോൺ ഫിലിപ്പ് ഹെറേറ ഒബ്സർവ്സ് ദാറ്റ് വോങ്സ് പോയട്രി ഫ്യൂസസ് എ സ്റ്റാർക്ക് ഹിസ്റ്റോറിക്കൽ ലാൻഡ്സ്കേപ്പ് with the deep passion for life that emerges from generations of cultural wisdom and generations of suffering. അപ്പോൾ ഒരു ക്രിട്ടിക്കാണ് ജോൺ ഫിലിപ്പ് ഹെറേറ. അവരുടെ അഭിപ്രായത്തിൽ വോങ്ങിൻ്റെ പോയട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫ്യൂസസ് എ സ്റ്റാർക്ക് ഹിസ്റ്റോറിക്കൽ ലാൻഡ്സ്കേപ്പ് വിത്ത് ദ ഡീപ്പ് പാഷൻ ഫോർ ലൈഫ്. അതായത് നമ്മുടെ ജീവിതത്തോടുള്ള ഒരു ആഗ്രഹവും അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന രാജ്യത്തിൻ്റെ ചരിത്രവും, ഇത് രണ്ടും ഇടപഴകുന്നതാണ് അവരുടെ കവിതകൾ എന്ന് പറയുന്നത്. കൂട്ടിക്കലർത്തിക്കൊണ്ട് എഴുതുന്നതാണ് അവരുടെ കവിതകൾ എന്നാണ്. ജീവിതത്തോടുള്ള ഒരു ആഗ്രഹവും നമ്മൾ താമസിക്കുന്ന രാജ്യത്തിൻ്റെ ചരിത്രവും തമ്മിലുള്ളൊരു ഫ്യൂഷൻ അവിടെ കാണാൻ പറ്റും. For life that emerges from generations of cultural wisdom and generations of suffering. ഓക്കെ, അത് എവിടെ നിന്നാണ് ഉണ്ടായത്? ജനറേഷൻസ് ഓഫ് കൾച്ചറൽ വിസ്ഡം, സാംസ്കാരികമായിട്ടുള്ള അറിവിൽ നിന്നും, അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് കാലങ്ങളായിട്ടുള്ള നമ്മുടെ സഫറിങ്, പ്രയാസങ്ങളിൽ നിന്നും, ഇതൊക്കെയാണ് ഇവിടെ നിന്നൊക്കെയാണ് അവർക്ക് ഈ ഒരു സംസ്കാരവും അവരുടെ ചരിത്രവും അവരുടെ ജീവിക്കാനുള്ളൊരു ആഗ്രഹവും ഇത്തരം കാര്യങ്ങളുമായിട്ടുള്ള ഒരു ബ്ലെൻഡിങ്, ഒരു ഫ്യൂഷൻ അവർക്ക് വരുത്താൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് സാംസ്കാരികമായിട്ടുള്ള അറിവ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് അവർക്ക് ഈ ഒരു ബ്ലെൻഡിങ് വരുത്താൻ പറ്റുന്നത് എന്ന് പറയുന്നു. ക്വൈറ്റ് പ്രൗഡ്ലി വോങ് ഹാസ് ഡിക്ലെയർഡ് ഹെർ ഫെമിനിസ്റ്റ് സോഷ്യലിസ്റ്റ് പെർസ്പെക്റ്റീവ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് നമ്മുടെ നെല്ലി വോങ് ഹാസ് ഡിക്ലെയർഡ് ഹെർ ഫെമിനിസ്റ്റ് സോഷ്യലിസ്റ്റ് പെർസ്പെക്റ്റീവ്. അവരുടെ ആ ഒരു സ്ത്രീ മേധാവിത്വത്തോടുള്ള അവരുടെ, അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള ഫെമിനിസത്തോടുള്ള അവരുടെ ഒരു സ്റ്റാൻഡ് അവർ വ്യക്തമാക്കുന്നു. അവരൊരു ഫെമിനിസ്റ്റാണ് എന്ന് പറയുന്നതിൽ അവർക്ക് അഭിമാനമാണ്. ഓക്കെ, ദ മോർ ഐ സീ, അവരുടെ തന്നെ വാക്കുകളിൽ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ദ മോർ ഐ സീ സം പീപ്പിൾ ഫൈറ്റിംഗ് ബാക്ക്, ദ മോർ ഐ സീ എവ്രി വൺ അക്വയറിങ് ദ സ്ട്രെങ്ത് ടു ഫൈറ്റ് ബാക്ക്. ഓക്കെ, അതായത് ചില ആളുകൾ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എല്ലാ ആളുകൾക്കും തിരിച്ചടിക്കാനുള്ള ഒരു ഊർജം കിട്ടുന്നതായി എനിക്ക് തോന്നുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പുരുഷ മേധാവിത്വത്തിനെതിരെ ചില ആളുകൾ ശബ്ദിക്കുന്ന സമയത്ത് അത് എല്ലാ ആളുകൾക്കുമുള്ള ഒരു പ്രചോദനമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഷീ ക്ലാരിഫൈസ് ഫർദർ, അതർവൈസ് ഐ വുഡ് ജസ്റ്റ് ഷട്ട് മൈ ഡോർ ആൻഡ് സേ ഗുഡ് ബൈ വേൾഡ്, ബട്ട് ദാറ്റ്സ് നോട്ട് മീ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയാണ്, ഷീ ക്ലാരിഫൈസ്, എന്താണ് പറയുന്നത്? അതർവൈസ് ഐ വുഡ് ജസ്റ്റ് ഷട്ട് മൈ ഡോർ, അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കതക് അടയ്ക്കുമായിരുന്നു. ആൻഡ് സേ ഗുഡ് ബൈ വേൾഡ്, ഈ ലോകത്തോട് ഞാൻ വിട പറയുമായിരുന്നു. അപ്പോൾ കുറച്ച് ആളുകൾ തന്നെയെങ്കിലും ഇത്തരം സ്ത്രീകളോടുള്ള അതിക്രമത്തിനും സ്ത്രീകളുടെ അധപ്പതനത്തിനുമെതിരെ ശബ്ദിക്കുന്നത് കൊണ്ടാണ് ഈ ലോകത്ത് ചില ആളുകൾക്ക്, എന്നെപ്പോലുള്ള ചില ആളുകൾക്ക് ധൈര്യം പകരുന്നത് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ ലോകത്തോട് വിട പറയുമായിരുന്നു.
But that's not me. She has delivered a series of very popular and powerful lectures titled Women and Revolution Alive and Inseparable. ഓക്കെ, അവർ പിന്നെ കുറച്ച് സീരീസ് ഓഫ് ലെക്ചേഴ്സാണ് അവർ പബ്ലിഷ് ചെയ്തത്. ഓക്കെ, അപ്പം അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് വിമൻ ആൻഡ് റവല്യൂഷൻ അലൈവ് ആൻഡ് ഇൻസെപ്പറബിൾ എന്നാണ് അതിൻ്റെ പേര്. വിമൻ ആൻഡ് റവല്യൂഷൻ അലൈവ് ആൻഡ് ഇൻസെപ്പറബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, വിമൻ ആൻഡ് റവല്യൂഷൻ അലൈവ് ആൻഡ് ഇൻസെപ്പറബിൾ. ഒരിക്കലും അത് മറ്റുള്ള റവല്യൂഷനിൽ നിന്ന് മാറ്റിവെക്കാൻ പറ്റില്ല, അതൊരു അനിവാര്യമായ ഒരു കാര്യമായിട്ടാണ് അവർ പറയുന്നത്. വിമൻ ആൻഡ് റവല്യൂഷൻ അലൈവ് ആൻഡ് ഇൻസെപ്പറബിൾ അറ്റ് ദ റാഡിക്കൽ വിമൻസ് കോൺഫറൻസ്. നെല്ലി വോങ്ങിൻ്റെ അഭിപ്രായത്തിൽ വിമൻ ഷുഡ് കണ്ടിന്യൂ ഫൈറ്റിംഗ് ഫോർ ദ ലിബറേഷൻ ഓഫ് വിമൻ. സ്ത്രീകളുടെ തന്നെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അതിന് പിന്നെ എന്താണ്, അവരുടെ പോരാട്ടം തുടരണം എന്നാണ് പറഞ്ഞത്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഉള്ള പോരാട്ടം തുടരണം. സിൻസ് ഇറ്റ് ഈസ് ആസ് നെസസറി ആസ് ബ്രീത്തിങ്. കാരണം എന്താണ്, ഇത് നമ്മുടെ ശ്വാസം പോലെ, നമ്മുടെ നിശ്വാസം പോലെ അത്രക്കും അനിവാര്യമായ ഒന്നാണ്. ഷി വാസ് വെരി കൺസേൺഡ് അബൌട്ട് ദ പ്ലൈറ്റ് ഓഫ് ഇമിഗ്രൻ്റ് വിമൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, സ്ത്രീകളുടെ, പ്രത്യേകിച്ച് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറി പാർത്ത സ്ത്രീകളുടെ ആ ഒരു അവസ്ഥ, അതിനെക്കുറിച്ച് നല്ല ഒരു ബോധ്യം നമ്മുടെ നെല്ലി വോങ്ങിനുണ്ട്. ഓക്കെ, അപ്പോൾ അത് അവരനുഭവിച്ച കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നല്ലൊരു ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷി വാസ് വെരി കൺസേൺഡ് അബൌട്ട് ദ പ്ലൈറ്റ് ഓഫ് ദ ഇമിഗ്രൻ്റ് വിമൻ. ഷി ബിലീവ്ഡ് ദാറ്റ് ദ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ ആൻഡ് ദാറ്റ് വിമൻ ആർ നോട്ട് കണ്ടംൻഡ് ടു ലിവ് ആസ് വിക്ടിംസ് ഓൺ പ്ലാനറ്റ് എർത്ത്. അവരുടെ ഒരു വിശ്വാസപ്രകാരം ദ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ. പേഴ്സണൽ എന്ന് പറയുന്നത് പൊളിറ്റിക്കലാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് വിമൻ ആർ നോട്ട് കണ്ടംൻഡ് ടു ലിവ് ആസ് വിക്ടിംസ് ഓൺ ദ പ്ലാനറ്റ് എർത്ത്. ഓക്കെ, അതായത് സ്ത്രീകൾ എന്ന് പറയുന്നത് ശരിക്ക് വെറും ഇരകളായി നിൽക്കേണ്ട ആളുകളല്ല, ഈ ഭൂമിയിൽ ഇരകളായി നിൽക്കേണ്ട ആളുകളല്ല. ഷി വാസ് ആസ് അഡ്വക്കേറ്റ് ഓഫ് റവല്യൂഷണറി ഫെമിനിസം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ആയുധമെടുത്ത് പോരാടുക തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. റവല്യൂഷണറി ഫെമിനിസമാണ്. ഓക്കെ, സോ ദ വിമൻ ഷുഡ് ബി റവല്യൂഷണറീസ്. At the Radical Women's 41st anniversary, Nellie Wong declared that women's liberation is necessary. അവർ റാഡിക്കൽ വിമൻ്റെ 41ാം ആനിവേഴ്സറിയുടെ സമയത്ത് നമ്മുടെ നെല്ലി വോങ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവരെന്താ പറഞ്ഞത്? വിമൻസ് ലിബറേഷൻ ഈസ് നെസസറി ബിക്കോസ് വെൻ വിമൻ റൈസ് എവ്രി വൺ വിൽ റൈസ്. സ്ത്രീകളുടെ ഉന്നമനം, സ്ത്രീകൾ ഉയർന്നു വരേണ്ടത് അത്യാവശ്യമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ സ്ത്രീകൾ ഉയർന്നു വരുന്ന സമയത്ത് എല്ലാവരും ഉയർന്നു വരുന്നു. സ്ത്രീകൾ ഉണരുന്ന സമയത്ത് എല്ലാവരും ഉണരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ വെൻ വിമൻ റൈസ് എവ്രി വൺ വിൽ റൈസ്. ഓക്കെ, ഷീ റിഗാർഡ്സ് വിമൻ ആസ് ദ മോസ്റ്റ് ഒപ്രസ്ഡ് ഇൻ ദ വേൾഡ്. സ്ത്രീകളാണ് ഈ ലോകത്ത് ഏറ്റവും പീഡനം അനുഭവിക്കുന്നത് എന്ന് അവർ പറയുന്നു. ഷീ റിഗാർഡ്സ് വിമൻ ആസ് ദ മോസ്റ്റ് ഒപ്രസ്ഡ് ഇൻ ദ വേൾഡ്. സോഷ്യലിസ്റ്റ് ഫെമിനിസം ഷീ പെർസീവ്ഡ് വാസ് ദ കീ ടു എ ബെറ്റർ വേൾഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യലിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത് അത് ഒരു നല്ല ഒരു ലോകത്തിനുള്ള ചാവിയാണ് എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് ഫെമിനിസം. അപ്പോൾ സോഷ്യലിസ്റ്റ് ഫെമിനിസത്തിലൂടെ മാത്രമേ നമുക്കൊരു നല്ലൊരു ലോകം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇവർ പറയുന്നുണ്ട്. മെനി ഓഫ് ഹർ പോയംസ് എമേർജ്ഡ് ഫ്രം ഹർ വർക്കിംഗ് ലൈഫ്. അപ്പോൾ അവരുടെ കവിതകൾ കൂടുതലും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അവർ പറയുന്നുണ്ട്
A lot of my poems come from the workplace. That is where I have experienced a great deal of sexism and racism. അപ്പോൾ അമേരിക്കയിൽ അവർ ഒരുപാട് പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. പിന്നെ സെക്സിസം, അതുപോലെ റേസിസം എന്ന് പറയാൻ കാരണം അവർ പ്യുവർ അമേരിക്കൻ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനീസ് എന്നുള്ള രൂപത്തിൽ അവർ ഒരുപാട് റേസിസ്റ്റ് പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സെക്സിസം എന്ന് പറയുന്നത് സ്ത്രീ എന്ന രൂപത്തിൽ ഒരുപാട് ഓപ്പറേഷൻ അമേരിക്കയിൽ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കവിതകളിലൊക്കെ അത് നമുക്ക് കാണാൻ പറ്റും. നെല്ലീസ് പോയംസ് ലൈക്ക് വേർ ഈസ് മൈ കൺട്രി എന്ന് പറയുന്നത് അവരുടെ ഒരു പോയമാണ്. വേർ ഈസ് മൈ കൺട്രി. അതിൽ പറയുന്നത് എന്താണ്? ഇറ്റ് റേസ് ഇഷ്യൂസ് റിഗാർഡിങ് ഹർ ചൈനീസ് അമേരിക്കൻ ഐഡൻറ്റിറ്റി. അവരുടെ ചൈനീസ് അമേരിക്കൻ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള പ്രശ്നങ്ങളാണ് അതിൽ പറയുന്നത്. ഹൗ സ്ട്രേഞ്ചേഴ്സ് ഓഫൺ മിസ്റ്റേക്ക് ഹർ ഫോർ സമ്മൺ എൽസ്. അപരിചിതർ അവരായിട്ടല്ല കാണുന്നത്, മറ്റൊരാളായിട്ടാണ് കാണുന്നത്. അറ്റ് ഹെർ വർക്ക് പ്ലേസ് ദേ അസ്യൂം ഷീ ഈസ് എ കൊറിയൻ. അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവരെ ഒരു കൊറിയനായിട്ടാണ് അവർ കാണുന്നത്, കൊറിയക്കാരിയായിട്ടാണ്. എ പോലീസ്മാൻ സ്പീക്സ് ടു ഹെർ ഇൻ സ്പാനിഷ്. ഒരു പോലീസുകാരൻ്റെ കണ്ണിൽ അവളൊരു സ്പാനിഷാണ്, സ്പെയിനിൽ നിന്നുള്ളൊരു പെണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് അവർ സ്പാനിഷാണ് അവരോട് സംസാരിക്കുന്നത്. വെൻ ഷീ ഈസ് ഇൻ മെക്സിക്കോയിലാകുന്ന സമയത്ത്. ഇൻ എ ഗ്രോസറി ഷോപ്പ് എ ചൈനീസ് ഇൻക്വയേഴ്സ് ഇഫ് ഷീ ഈസ് എ ഫിലിപ്പിനോ. ഒരു ഗ്രോസറി ഷോപ്പിൽ, പലചരക്ക് കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ചൈനക്കാർ പോലും അവരോട് ചോദിക്കുന്നത് നിങ്ങൾ ഫിലിപ്പിനോ ആണോ, ഫിലിപ്പൈൻസിൽ നിന്നുള്ള ആളാണോ. ഓൾ ദീസ് പീപ്പിൾ ആർ ഇൻസെൻസിറ്റീവ് ടു ഹർ ഐഡൻറ്റിറ്റി. അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഇവരുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഇതിലൂടെ പറയുന്നത്. അവർ ഫിലിപ്പീനാണോ കൊറിയനാണോ, ഇവർ യഥാർത്ഥത്തിൽ ചൈനീസ് അമേരിക്കൻ. അപ്പം ഇത് പൂർണ്ണമായും ചൈനീസ് ആണോ എന്ന് വെച്ചാൽ അതും പറയാൻ പറ്റില്ല, പൂർണ്ണമായും അമേരിക്കൻ ആണോ എന്ന് വെച്ചാൽ അതും പറയാൻ പറ്റില്ല. ഓക്കെ, കാരണം ഇവരുടെ പാരൻസ് എന്ന് പറഞ്ഞാൽ ചൈനക്കാരാണ്. അവർ ഒരു അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് ജനിച്ചത്. അപ്പം ഈ ഒരു പ്രശ്നമാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഈ ഒരു പോയത്തിൽ, എല്ലാ പോയത്തിലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ നെല്ലി വോങ്സ് പോയംസ് ഹാവ് ബീൻ പബ്ലിഷ്ഡ് ഇൻ ഇംഗ്ലണ്ട്, ഇറ്റലി, ഫ്രാൻസ് ടു നെയിം എ ഫ്യൂ. അപ്പോൾ പല രാജ്യങ്ങളിലും അവരുടെ കവിതകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഷീ സെർവ്ഡ് ആസ് എ ഡെലിഗേറ്റ് ഫോർ ദ ഫസ്റ്റ് US വിമൻ റൈറ്റർ ടൂർ ടു ചൈന. അതുപോലെ തന്നെ എന്താണ്, ഷീസ് ഒരു ഫസ്റ്റ് US വിമൻ റൈറ്ററാണ്. പിന്നെ എന്താണ്, അതിൽ ഒരു അംഗമായിരുന്നു. ചൈനയിലേക്കുള്ള US വിമൻ റൈറ്റേഴ്സ് ടൂറുണ്ട്, അതിലെ ഒരു അംഗമായിരുന്നു നമ്മുടെ നെല്ലി വോങ്. ഓക്കെ, അപ്പോൾ അതിലൊരു അംഗമാവുക എന്നുള്ളതും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഒരു വുമൺ റൈറ്ററാണ്, സാധാരണ മെയിൽ റൈറ്റേഴ്സായിരുന്നു പോയിരുന്നത്. അപ്പം ഒരു വുമൺ റൈറ്ററാണ്. അപ്പോൾ ഫസ്റ്റ് US വുമൺ റൈറ്റർ ടൂർ ടു ചൈന. ഷി ഹാസ് ഓൾസോ സെർവ്ഡ് ആസ് എ വിസിറ്റിംഗ് പ്രൊഫസർ ഇൻ വിമൻസ് സ്റ്റഡീസ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് മിനസോട്ട യൂണിവേഴ്സിറ്റിയിലെ ഒരു വിസിറ്റിംഗ് പ്രൊഫസറായിട്ടും അവർ വർക്ക് ചെയ്തു. ഷി ഹാസ് റെഡ് ഹെർ പോയട്രി ഇൻ ചൈന, ക്യൂബ ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ചൈനയിലും ക്യൂബയിലും അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ അവരുടെ കവിതകൾ പാടി നടന്നു. ഷി വാസ് ദ കീനോട്ട് സ്പീക്കർ അറ്റ് വേരിയസ് നാഷണൽ ആൻഡ് regional conferences such as Third World Women and Feminist Perspectives. ഇതിലൊക്കെ ഒരു തേർഡ് വേൾഡ് വിമൻ, അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ്, വിമൻ അഗെയിൻസ്റ്റ് റേസിസം ആൻഡ് ദ നാഷണൽ വിമൻസ് സ്റ്റഡീസ് അസോസിയേഷൻ, ഇതിലൊക്കെ ഒരു കീ ഫിഗറായിരുന്നു അവർ. 1989 ഷീ റിസീവ്ഡ് ദ വിമൻ ഓഫ് വേർഡ്സ് അവാർഡ് ഫ്രം ദ സാൻ ഫ്രാൻസിസ്കോ വിമൻസ് ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പോൾ ഒരു അവാർഡ് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ വിമൻ ഓഫ് വേർഡ്സ് അവാർഡാണ് കേട്ടോ. അത് ഒന്ന് നോട്ട് ചെയ്യണേ, വിമൻ ഓഫ് വേർഡ്സ് അവാർഡ്. അപ്പോൾ അതൊക്കെ കവിതകളും അതുപോലെ തന്നെ കഥകളുമൊക്കെ എഴുതുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സംഭവമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ നെല്ലി വോങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത
ചാപ്റ്ററിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പോയത്തിലേക്ക് കിടക്കും, ഈ വർക്കിലേക്ക് കിടക്കും നെല്ലി വോങ്ങിൻ്റെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ടെക്സ്റ്റുള്ള ആളുകളൊക്കെ ഒന്ന് വായിച്ച് വെക്കുക. അപ്പോൾ അടുത്ത ക്ലാസ് കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ അടുത്ത ക്ലാസ്സുകളൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ യൂട്യൂബിൽ വരും. ഓക്കെ, ഏതായാലും ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കേട്ടു നോക്കുക, അപ്പം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.